Captain. അണ്ണാ കൊണ്ടാട്ടി ഊർക്ക് പോയാച്ച്. So let us celebrate, big boy. Get me liberated, wild boy. പകലടിക്കണം കള്ള്. ഏത്? അണ്ണന്റെ ഇഷ്ടം. പിന്നെ ഒരു കേസുണ്ട്. ഒരു കുഴപ്പമില്ല. ഡിസ്ട്രിക്ട് കോർട്ടിലാണെങ്കിൽ ധൈര്യമായിട്ട് അടിച്ചിട്ട് പോവാം. എനിക്കറിയാവുന്ന 3 വക്കീലന്മാരുണ്ട്. ബാറിൽ നിന്ന് അടിച്ചിട്ട് ബാറിലേക്ക് പോകുന്നവർ. പേരൊന്നും ഞാൻ ചോദിച്ചാൽ പറയില്ല, എത്ര ചോദിച്ചാലും പറയില്ല. അണ്ണാ ഇത് ആ കേസല്ല, പീസ്. ക്യാപ്റ്റൻ ആദ്യം കേസ് എന്ന് പറഞ്ഞു, ഇപ്പൊ പീസ് എന്ന് പറയുന്നു. രണ്ടിലേതെങ്കിലും ഒന്നിൽ ഓറ. എനിക്കിന്റെ സബ് ടൈറ്റിൽ ഒന്നും അറിയത്തില്ല. ഡോ ഒരു പെണ്ണും പിള്ള മാലതി ഇല്ലാത്തപ്പോ വീട്ടിൽ വരാന്ന് പറഞ്ഞു. അങ്ങനെ തെളിച്ചു പറ, എന്നാലല്ലേ. ക്യാപ്റ്റന്റെ കൈ പ്രൊട്ടക്ഷൻ ഉണ്ടോ? എടാ ഇതുപോലെ സംസാരിക്കുന്നതിന് എന്തിനാണോ പ്രൊട്ടക്ഷൻ? താൻ എവിടുത്തുകാരൻ? ഞാൻ പത്തനംതിട്ടക്കാരനാ. അത് കള. ഏതായാലും സേഫ്റ്റിക്ക് 1-2 വാങ്ങിക്കുന്നത് നല്ലതാ. നമ്മളൊക്കെ സാഹചര്യങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്ന പാവം മനുഷ്യരല്ലേ സാർ. എന്തായാലും സ്ട്രേറ്റ് ടു കോശീസ്. ജോൺസന്റെ തൃക്കൈയിൽ നിന്ന് ഒരു 3 എണ്ണം വീതം വലത്ത് കയ്യിൽ വാങ്ങി അടിക്കണം. അല്ലേ വേണ്ട. ഏതാ രഘുവന്തനോട് നേരിട്ട് വിട്ടാനൊക്കില്ല വട്ടന. അതയാളെ എപ്പോ ടി വി കൂടെ പറഞ്ഞെന്ന് വെച്ചാ മതി. ഞങ്ങളിവിടെ അഷ്റഫിനെ കാണാൻ വന്നതാ. ഇതിന്റെ CEO അഷ്റഫ് മാറഞ്ചേരി. ഞാനേ നമ്മുടെ ഗംഗാരന് കൊടുക്കാം. അഷ്റഫിനോട് കാര്യങ്ങൾ സൂചിപ്പിച്ചു, ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ വരാന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇരുത്തിയിട്ട് പോയതാ. ഇറങ്ങിയാൽ ഉടനെ വിളിക്കാം. ഓ വരുന്നുണ്ട്. സോറി, ഉച്ച കഴിഞ്ഞ് ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു മീറ്റ് ഉണ്ട്. കാശിറക്കിയവരുടെയൊക്കെ വായിരിക്കുന്ന കേൾക്കണമല്ലോ. ചില പേപ്പേഴ്സ് മീറ്റിംഗിന് മുമ്പ് റെഡിയാക്കാനുണ്ടായിരുന്നു. ലാഭവും നഷ്ടമില്ലാത്തൊരു അവസ്ഥയിലേക്ക് ചാനൽ എത്തിയില്ലേ? ബ്രേക്ക് ചെയ്യാനാവാൻ ഇനി സമയമെടുക്കും. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയും. ഞങ്ങളുടെ പ്രപ്പോസൽ അഷ്റഫ് സ്വീകരിച്ചാൽ. അറിയാം ശ്രീകുമാറേ, പക്ഷെ രഘുനന്ദൻ ചാനലിന്റെ സ്റ്റാഫ് അല്ല. 1 രൂപ പോലും അയാൾ പ്രതിഫലവും പറ്റുന്നില്ല. ഒരൊറ്റ ഡിമാൻഡേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. ഷോ ദ സ്പിരിറ്റ് തുടങ്ങും മുമ്പ് ഫ്രീഡം. ഞാൻ പറയണ്ടല്ലോ, ചാനൽ ആ ഒറ്റ ഷോയിന്റെ പച്ചയിലാണ് നിലനിൽക്കുന്നത് തന്നെ. എന്തായാലും അഷ്റഫ് ഒന്ന് സംസാരിക്കേ. മുരളീകൃഷ്ണന്റെ മക്കാവോ യാത്രയുടെ ഫോട്ടോസിങ് വാങ്ങിച്ചു തന്നാ മതി. ഈ കൊള്ളരുതാത്തവനെ മന്ത്രിസഭയിൽ നിന്ന് പിടിച്ച് വെളി കളയാന്ന് പറഞ്ഞാൽ അതും മാധ്യമധർമ്മമല്ലേ? രഘുവന്തനോട് അതും ചോദിക്കും. ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് ആ വാപ്പ പള്ളി പോയിട്ടില്ല. അല്ല, നിങ്ങളിൽ ആരാ മന്ത്രി കുപ്പായം വെച്ച് റെഡിയായി നിൽക്കുന്നത്? അതൊക്കെ അഷ്റഫ് വഴിയേ അറിയും. 2 കോടി രൂപയാണ് അഷ്റഫിന്റെ ടേബിളിൽ വീഴാൻ പോകുന്നത്. 4 പടങ്ങൾ ഇമെയിൽ ചെയ്യേണ്ട പണിയേ ഉള്ളൂ. ഗംഗാരൻ ചേട്ടാ, ഈ ഫോട്ടോ എന്ന് പറയുന്നത് ചാനലിന്റെ പ്രോപ്പർട്ടി അല്ല. ഞാനൊന്ന് രഘുവിനോട് സംസാരിച്ച് നോക്കാം. മതി, ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലുണ്ടാവും. അഷ്റഫ് വിളിച്ചാൽ മതി. പിന്നെ സംഗതി കൊളുത്തിയാൽ പേയ്മെന്റ് ഇന്ന് തന്നെ. എന്താ? ശരി. രഘുനന്ദൻ. അഷ്റഫ, മന്ത്രി മുരളീകൃഷ്ണന്റെ എതിർ ഗ്രൂപ്പിലെ ചില പെരിച്ചാഴികൾ ഇവിടെ വന്നിരുന്നു. ന്യൂസ് TV എന്ന മുങ്ങുന്ന കപ്പലിന് 2 കോടിയാണ് ഓഫർ. അവർക്ക് ഫോട്ടോഗ്രാഫ്സ് വേണമായിരിക്കും. സാൻ പെട്രോയിൽ മുരളീകൃഷ്ണൻ നടത്തിയ നങ്ങിയാർ കൂത്തിന്റെ. അതെ, 2 കോടി രൂപ കിട്ടിയാൽ തനിക്കതൊരു വലിയ റിലീഫ് ആയിരിക്കും അല്ലേ അഷ്റഫെ? ഞാൻ പറയണ്ടല്ലോ. അത് വേണ്ട, അതൊരു പൊളിറ്റിക്കൽ പിമ്പിങ് ആവും. പിന്നെ അവനും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം അഷ്റഫെ? ഇതായിരിക്കും ഉത്തരവെന്ന് ഞാൻ അവരോട് പറഞ്ഞു. മുരളീകൃഷ്ണനെ പാർട്ടി വെച്ച് പൊറപ്പിക്കണോ, മന്ത്രിസഭയിൽ നിന്ന് താഴെ ഇറക്കണോ എന്നൊക്കെ ഉള്ളത് അവരുടെ ധാർമ്മികതയുടെ കാര്യം. ശരി, വെച്ചോ. എന്തായി ക്യാപ്റ്റൻ മുരളീകൃഷ്ണൻ? നമ്മുടെ നങ്ങിയാർ ഇറങ്ങിയോ? പറന്നിറങ്ങാൻ തയ്യാറായി നിൽക്കുന്നു പക്ഷി. വൈറ്റ് വൈൻ മാത്രമേ കഴിക്കൂ. ജോൺസാ, ഒരു ബോട്ടിൽ വൈറ്റ് സുല പാസൽ റെഡിയാണ്. മറ്റേ കാര്യം ഓക്കെ. അതെന്താ? 2 ചർമ്മങ്ങൾക്കിടയിൽ പ്രതിരോധത്തിന്റെ 3ാം ചർമ്മം. ചിലപ്പോ വേണ്ടി വന്നേക്കും. അപ്പോ അനുഗ്രഹിച്ചൊന്ന് യാത്രയാക്കി. ഓക്കെ, ഇതും കൂടെ 1 ഫോർ ദ ഇടവഴി. വേണ്ട, ചിലപ്പോ ഉറങ്ങിപ്പോവും. താങ്ക് യു. ഒരു ബെസ്റ്റ് വിഷസ് പറ. എന്താ സാറേ വിശേഷം? ക്യാപ്റ്റൻ സാർ പുതിയൊരു വൻ കര കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓൾ ദി ബെസ്റ്റ്. രഘു, സണ്ണിക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാമെന്ന് ഏറ്റിരുന്നോ? അവൻ എനിക്ക് സ്വൈര്യം തരുന്നില്ല. എന്തായിരുന്നത്? ഞാൻ മറന്നു, ഒന്ന് പറഞ്ഞേ. എനിക്കറിയാം എന്താന്ന്.
പക്ഷെ ഞാൻ പറയാൻ പോകുന്നില്ല. നിന്റെ ഈ മുടിഞ്ഞ കുടിയുടെ ആഫ്റ്റർ എഫക്ട്സ് ആണ് മെമ്മറി ലോസ്. മീര കമാൺ, നീ ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. എന്തോ ഒരു സില്ലി ടോയ് ആയിരുന്നു. അവനത് അത്ര സില്ലി അല്ല രഘു, വലിയ വിലയുണ്ടാവും. ഓർമ്മ വരുമ്പോ അതും മേടിച്ചു വന്നാ മതി. ഹലോ രഘു, എന്റെ പൊന്നോനെ, നീ ആ സണ്ണി എടുത്തൊന്ന് ചോദിച്ചേ. അവനെന്തോ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിരുന്നു. ആ മീര പറഞ്ഞു തരുന്നുമില്ല. അവനെ വിളിച്ച് ചോദിക്കാനും വയ്യല്ലോ. ഡോണ്ട് വറി, അത് ഞാൻ മാനേജ് ചെയ്തോളാം. എങ്ങനെ? ആ തള്ളയുടെ സ്വഭാവം ഉണ്ടാ എൻ്റെ കയ്യിലും. അവൻ പറഞ്ഞു ഒന്നും വരില്ല. ലീവ് ഇറ്റ്. ചക്കയല്ലേ നീ മേടിക്കാൻ പറഞ്ഞെന്നെ ചോദിച്ചാ, അല്ല മാങ്ങിയാന്ന് അവൻ പറയില്ലേ? ആ, ഓ എടാ ബുദ്ധിമാനേ. താങ്ക്സ് ഡ്യൂഡ്, താങ്ks. Hi, Alexi. Jeff. Oh yeah, I've heard about that And the place. service has been excellent there. I'm Yeah, Seashore such a Residence. good Yeah, time. yeah, it's a really nice place to stay. I was there last year. Oh yeah, it goes. രഘു, It's like beer. it's a kite. അവന് വേണ്ടതൊരു പട്ടവാടാ. രഘു. രഘു. ഹേ രഘു, Hey. what is this? ഇറ്റ്സ് എ കൈറ്റ്. What? ഇവിടെ പട്ടം സണ്ണിക്ക്. ഹായ്, മോഹൻ. ഹായ് മോഹൻ, ഐ എം രഘുനന്ദൻ. ഞാൻ വലിയ ഫാനാണ് നിങ്ങളുടെ ഷോയുടെ. ആ, എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? മലേഷ്യയിലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ലക്ഷദ്വീപിൽ ഒരു ഹോട്ടൽ പ്രോജക്ട് പ്ലാൻ ചെയ്യാം. ഈ അച്ചായന്മാരെല്ലാം കൂടെ ലക്ഷദ്വീപിലേക്ക് കുടിയേറുകയാണോ? ഇനി അതും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. ഇവൻ അച്ചായനൊന്നുമല്ല, ചങ്ങനാശ്ശേരിക്കാരൻ നായരാ. പെരുന്നക്കാരെന്ന് പറ. ഈ അച്ചായൻ എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനി എന്നുള്ള സെൻസിലല്ല. കമിഴ്ന്ന് വീണാൽ കാൽപ്പണം കൊണ്ട് നിവരുന്ന ഈ ന്യൂ ജനറേഷൻ ബിസിനസ്സുകാർക്കുള്ള ഒരു കോമൺ പേരാ അത്. അതില് മാപ്പിളയും കാക്കയും നായരും എല്ലാവരും പെടും. എന്താ പുറത്തേക്കുന്നത്? അകത്ത് നോ സ്മോക്കിംഗ്, മീരയുടെ റൂള്. ഓക്കെ ഓക്കെ ഓക്കെ, യു ഫിനിഷ് ഇറ്റ് ആൻഡ് കം. ഐ വിൽ സീ യു. പുള്ളി വേറെ കെട്ടിയൊന്നുമില്ല അല്ലേ? ഇല്ല, തനിച്ചുള്ള ജീവിതം. റിലേറ്റീവ്സ് എന്ന് പറയാനും ആരുമില്ല അയാൾക്ക്. പാരന്റ്സ് വളരെ നേരത്തെ പോയി. ഒരു ബ്രദർ ഉണ്ടായിരുന്നു യുഎനില്. അങ്ങോട്ടും കഴിഞ്ഞ വർഷം. Oh, but he's quite a genius, isn't he? No doubt.